എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ റിലാക്സ്ഡ് ആണ്. നല്ലൊരു സൺസെറ്റ്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ സ്കൈ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ കുഴപ്പമില്ല. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം, ഉച്ചയ്ക്കൊക്കെ നല്ല സ്കൈ ഇപ്പോൾ പുറകിലൊക്കെ ഉണ്ടല്ലേ, നല്ല ക്ലിയർ ആയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ എവിടുന്നാണെന്നറിയില്ല കുറേ ക്ലൗഡ് ഉരുണ്ട് വരണ്ട് ഓടിപ്പാഞ്ഞ് വരും. രാത്രി ഒരൊറ്റ നക്ഷത്രം പോലും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ട് ശരിക്കും എന്താ പറയുക, ഒരു വാൾപേപ്പറാക്കി വെക്കാൻ പറ്റുന്നൊരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വയനാട്ടിലെ കാരാപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാമിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ നിന്ന് ഇതൊരു 6 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തുള്ളൊരു ഫോട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫോട്ടോ എടുക്കുന്ന ഒരു മെത്തേഡിന് ലൈറ്റ് പെയിൻറ്റിംഗ് എന്നാണ് പറയുക. ഒരു ലൈറ്റ് നമുക്ക് എന്ത് സോഴ്സെങ്കിലും ആവാം, ടോർച്ചാവാം, മൊബൈലിൻ്റെ ടോർച്ചാവാം, ഒരു ലൈറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോട്ടോ കാണിച്ചു തരാൻ കാരണം, ചിലർക്ക് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോട്ടോ അവസാനം കാണിക്കുക, അതിൻ്റെ മുന്നേ ഇതിൻ്റെ മെത്തേഡൊക്കെ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് വളരെ ബോറടിക്കും. അതുകൊണ്ടാണ് ഫോട്ടോ ആദ്യം തന്നെ കാണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മെത്തേഡ് ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഈ ഫോട്ടോ എടുക്കുന്നത് ഒബ്വിയസ്ലി ലോങ് എക്സ്പോഷർ മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ക്യാമറേൻ്റെ ഉള്ളിലുള്ള കർട്ടൺ ഉണ്ടല്ലോ, ആ കർട്ടൻ തുറന്നിങ്ങനെ അടയുമ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുക്കുക. അത് എത്രത്തോളം ഫാസ്റ്റായിട്ട് ഓപ്പണായി ക്ലോസ് ആവുന്നു അത്രയും ഫോട്ടോ ഷാർപ്പായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ലോങ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ആ കർട്ടൻ കുറേ നേരം ഓപ്പണായി വയ്ക്കും. അപ്പോൾ ആ ഓപ്പണായി ഇരിക്കുന്ന അത്രയും സമയത്തുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ അത് ക്യാപ്ചർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർ ട്രയൽ എടുക്കുന്നത്. അതിൻ്റെ മുന്നേ ചെയ്തുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ലിങ്ക് പോപ്പപ്പ് ആവും, ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളൊരു 10 സെക്കൻഡ് നമ്മൾ കർട്ടൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും ടോർച്ച്, ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ മൊബൈലിൻ്റെ ടോർച്ചാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെളിച്ചടിക്കും. അപ്പോൾ 10 സെക്കൻഡിൽ എവിടെയൊക്കെ വെളിച്ചം വീഴുന്നോ ആ ഭാഗമൊക്കെ ഫോട്ടോയിൽ തെളിയും. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ഫോട്ടോ എടുക്കും. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് അതും 10 സെക്കൻഡാണ്. അപ്പോൾ 10 സെക്കൻഡ് പറയുമ്പോൾ നമ്മൾ ആദ്യം വെളിച്ചടിച്ചില്ലേ, അവിടെയല്ല, വേറെ സ്ഥലത്ത് നമ്മൾ വെളിച്ചടിക്കും. അപ്പോൾ അതും ഫോട്ടോയിൽ പറയും. അങ്ങനെ നമുക്ക് വേണ്ട സ്ഥലം, ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ബൈക്കില്ലേ, എല്ലാ സ്ഥലങ്ങളും നമ്മൾ ആ റിമ്മിലും ടയറ്, പിന്നെ പെട്രോൾ ടാങ്ക്, അങ്ങനെ എല്ലാ സ്ഥലത്തും നല്ല എന്താ പറയുക, ഒരു ബൈക്ക് മൊത്തം ഒരു ഗ്ലോ ആവുന്ന ഒരു എഫക്റ്റ് കിട്ടണം. നിലത്ത് കുറച്ച് പുല്ലിലൊക്കെ, ആ നിലത്ത് കണ്ടില്ലേ പുല്ല്, പച്ചപ്പുല്ല്, അതിലൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാണാനൊരു ഭംഗി ഉണ്ടാവും. നല്ല ഗ്ലോ ആയിരിക്കും, നല്ല പുല്ല് തിളങ്ങുന്നത്, ബൈക്ക് തിളങ്ങുന്നത്. പക്ഷേ നമ്മൾ ലൈറ്റിൻ്റെ ഒരു സോഴ്സ് നമ്മൾ ഫോട്ടോയിൽ കാണുന്നില്ല. അപ്പോൾ കാണുന്നവർ ചിന്തിക്കും ഇത് എവിടെ നിന്ന് വന്നു ഈ ലൈറ്റ്, കാരണം അടിയിൽ നിന്നും വരുന്നുണ്ട് ലൈറ്റ്, മേലയിൽ നിന്നും വരുന്നുണ്ട്, സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും, ഒരു ഡ്രീമി എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് പെയിൻറ്റിങ് മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ മുന്നേയും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡ് ഉണ്ട്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ഞാനൊന്ന് പറയാം കേട്ടോ. നമ്മൾ ലൈറ്റ് അടിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവട്ടെ, ഒരു ചുമരാവട്ടെ, ഇപ്പോൾ നിലത്തുള്ള പുല്ലാവട്ടെ, നമ്മളെപ്പോഴും ക്യാമറ വെച്ചിട്ടില്ല, ക്യാമറേൻ്റെ നേരെ പുറകിൽ നിന്നിട്ട് നമ്മൾ നേരെ സ്ട്രൈറ്റായിട്ട് ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് അടിക്കരുത്. അപ്പോൾ എന്താ പറയുക പ്രശ്നം, അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഷാഡോ ഉണ്ടാവില്ല, ഒരു ഡെപ്ത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്, ക്യാമറേൻ്റെ നേരെ ലൈറ്റ് അടിക്കാണ്ട് സൈഡിലേക്ക് പോകണം. അതായത് ഒരു സൈഡിൽ നിന്ന് വേണം ലൈറ്റ് അടിക്കാൻ. അപ്പോൾ എന്താ, തള്ളി നിൽക്കുന്ന ഒബ്ജക്റ്റിനൊക്കെ ഷാഡോ വരും. അപ്പോൾ നമുക്കിത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ചെറിയ എന്താ പറയുക കാര്യങ്ങളുണ്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഷട്ടർ സ്പീഡ് ഒരിക്കലും ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡൊന്ന് 20 സെക്കൻഡിൻ്റെ മേലെ നമ്മൾ വെക്കരുത്. 10 സെക്കൻഡാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം 20 സെക്കൻഡൊക്കെ വെക്കുമ്പോൾ ഒരുപാട് നോയ്സ് വരും. ക്യാമറേൻ്റെ സെൻസർ, ഏത് ക്യാമറ ആയാലും, സോണി ആയാലും നിക്കോൺ ആയാലും, അതിൻ്റെ സെൻസർ ചൂടായിട്ട് ഒരു റെഡ്, ബ്ലൂ, ഗ്രീൻ കളറൊക്കെ ഉള്ള
ഡോട്ട് ഡോട്ട് വരും. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 10 സെക്കൻഡിലെ എല്ലാ ലൈറ്റ് പെയിൻറ്റിങ് ഫോട്ടോസും എടുക്കാവും. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഊഹം കിട്ടിയിട്ടുണ്ടാവില്ലേ? നല്ലൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ? എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി തന്നെയാണ് ഇഷ്ടം. ഒരു നേരെ പോയിട്ട് ഒരു ക്ലിക്ക് ചെയ്തിട്ട് എടുത്ത് തരുന്നതിലും അതിലൊരു ത്രില്ലും ഇല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അത് കമ്പ്യൂട്ടറിലിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ സംസാരിച്ച് കാട് കയറി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇരുട്ടാവാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ മെത്തേഡ് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല ഇരുട്ടായി. നിങ്ങൾക്ക് തന്നെ ക്യാമറയിൽ കാണണമെങ്കിൽ ഞാനിത് കണ്ടല്ലോ, മൊബൈലിൻ്റെ ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് ഇതേപോലെ അടിക്കണം. അപ്പോൾ എനിക്കിത് മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ തൊട്ടടുത്ത് ആരെത്തിയാലും എനിക്ക് അറിയാൻ പോകുന്നില്ല. അതാണ് ഞാൻ ഈ നൈറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന വീഡിയോ, അതായത് മേക്കിംഗ് എടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ലൈറ്റില്ലാണ്ട് ഉണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വളരെ പതുങ്ങി എന്തെങ്കിലും ഒരു മൃഗം വന്നാൽ പോലും ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഞാനിവിടെ ക്യാമറ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഞാൻ എന്തൊക്കെ സെറ്റിങ്സാണ് വയ്ക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ഫോട്ടോ എടുക്കുക എന്നുള്ളത് വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം, അധികം ബോറടിപ്പിക്കാണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ എന്തായാലും കാണണം. എന്താണെന്നറിയോ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോ കാണുന്നില്ലേ, അതിൻ്റെ പുറകിൽ ഒരു ഫോട്ടോ എടുക്കുന്ന ആൾ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്യാമറ ഞാൻ ആദ്യം എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഞാൻ വളരെ ലോ ആംഗിളിലാണ് എൻ്റെ ക്യാമറ വെച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ഈ ട്രൈപ്പോഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. നല്ല ട്രൈപ്പോഡ്, ഇത് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാം. സോ ഇതൊരു നല്ല ട്രൈപ്പോഡാണ്. അതൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ലോ ആംഗിളിലാണ് എൻ്റെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടുള്ളത് സാംയാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെൻസാണ്. ഇതിനെക്കുറിച്ചും ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുക. ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വില കുറഞ്ഞ ഒരു ലെൻസാണിത്. അപ്പോൾ ഇത് 14 mm ആണ്. ഇതിൻ്റെ കണ്ടില്ലേ, വളരെ വൈഡാണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ വളരെ ലോ ആംഗിളിലാണ് വെച്ചിട്ടുള്ളത്. നേരെ ഇതാ ഇവിടെ ബൈക്കുണ്ട്, ഉണ്ടല്ലേ, നിലത്തൊക്കെ നല്ല ഗ്രീൻ കളറ് പുല്ലുകളുണ്ട്. പിന്നെ സ്കൈ നിങ്ങൾക്ക് കാണുന്നില്ല, വളരെ ഡാർക്ക് ആയതുകൊണ്ട് അത് ഈ ക്യാമറയിൽ ക്യാപ്ചർ ആവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള സീന്. ഇനി ഞാൻ ഫോട്ടോ, അതായത് ക്യാമറേൻ്റെ ഉള്ളിൽ എന്തൊക്കെ സെറ്റിങ്സാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഷട്ടർ സ്പീഡ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 0.7 ആണ് കാണുന്നത്. അത് ഞാൻ കൂട്ടും. ഒരു 6 സെക്കൻഡ്, അല്ലെങ്കിൽ വേണ്ട, ഒരു 8 സെക്കൻഡ് വേണ്ട, 6 സെക്കൻഡ് വയ്ക്കാം. 6 സെക്കൻഡ് വയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് അവിടെ ചെറുതായിട്ട് ജൂപ്പിറ്ററും മേലെ സാറ്റേണും കാണുന്നുണ്ട്. 2 പുള്ളി നിങ്ങൾക്ക് കാണുന്നുണ്ടോ ശരിക്കും? ഇതവിടെ, സോറി കേട്ടോ, ഈ ക്യാമറയിൽ, ആക്ഷൻ ക്യാമറയിൽ കാണാത്തതുകൊണ്ടാണ്. ഈ കാണുന്ന ആ ഒരു റൗണ്ട് ആക്ച്വലി ജൂപ്പിറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് 6 സെക്കൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫോക്കൽ ലെങ്ത്ത് കാണിക്കില്ല, കാരണം ഇതൊരു മാനുവൽ ലെൻസാണ്, അതുകൊണ്ട് ഫോക്കൽ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് കാണിക്കില്ല. അപ്പോൾ ISO എൻ്റെ 50 വരെ പോകും. ഞാൻ 50 വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 6 സെക്കൻഡ് അല്ല, 10 സെക്കൻഡാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. 10 സെക്കൻഡ് ഷട്ടർ സ്പീഡ് വെച്ചു, ISO 50 വെച്ചു. പിന്നെ ഫോക്കൽ ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതവിടെ നിങ്ങൾക്ക് കാണാം, f2.8 അതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ ഇതാണ് ടൈമർ. ഞാൻ സെൽഫ് ടൈമർ 10 സെക്കൻഡ്, അതായത് 10 സെക്കൻഡ് കഴിയുമ്പോഴേ നമ്മളെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഞാനിത് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് അത് കൗണ്ട് ചെയ്യുക. ആ റെഡ് ലൈറ്റ് 10 വട്ടം കത്തിയിട്ട് പിന്നെ അത് നിൽക്കും, അപ്പോഴാണ് അത് ഫോട്ടോ എടുക്കാൻ തുടങ്ങുക. അപ്പോൾ അത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയോ, ഉണ്ടല്ലേ, ഇപ്പോൾ ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ബൈക്കൊക്കെ ഡാർക്കായിട്ട് കണ്ടില്ലേ, പക്ഷെ നമുക്ക് ആകാശത്ത് നക്ഷത്രം കാണുന്നുണ്ട്. ഇതാ ഞാൻ നക്ഷത്രം കാണിച്ചുതരാം. ഈ കാണുന്നതാണ് ജൂപ്പിറ്റർ.
ഒന്നുകൂടി സൂം ചെയ്യാൻ പറ്റും നോട്ട്. അതാ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ബൈക്ക് വളരെ ഡാർക്കാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ടോർച്ച് എടുത്തിട്ട് നമ്മൾ ആ ബൈക്കിന് ലൈറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്യണം. അതിനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതവിടെ 10 സെക്കൻഡ് ആകുമ്പോൾ നമ്മളിവിടെ ചെന്നിട്ട് ബൈക്കിൽ എൻ്റെ ക്യാമറ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ടോർച്ച് കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നമുക്ക് എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ ആ ബൈക്കിൻ്റെ എല്ലാ ഭാഗത്തും ലൈറ്റ് കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫോട്ടോ എടുത്ത് നമുക്ക് എന്താ കണ്ടോ എങ്ങനെയുണ്ട്? ഇപ്പം നിങ്ങൾ ആ ഫോട്ടോ കണ്ടില്ലേ? ഇതാണ് ലൈറ്റ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി പോകുന്നു, ആരെങ്കിലും അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ലൈറ്റ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഇതാണ്. 10 സെക്കൻഡ് ഷട്ടർ ഞാനിട്ടു. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ബൈക്കിൻ്റെ സ്ഥലത്തൊക്കെ ഞാൻ ടോർച്ച് കൊണ്ട് പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആ ഔട്ട്പുട്ട് കാണിച്ചു തന്നില്ലേ? ഇനി ബൈക്കിലുള്ള ഡീറ്റെയിൽസ് കിട്ടി. ഇനി ഞാൻ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഹെഡ്ലൈറ്റ് കത്തിയിട്ട് ഹെഡ്ലൈറ്റ് കത്തിച്ചിട്ട് ഒന്നെടുക്കുക. അപ്പോൾ അത് വേറൊരു എന്താ പറയുക, നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. അതെനിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതേ മെത്തേഡ് തന്നെയാണ്. 10 സെക്കൻഡ് തന്നെയാണ് ഇടുന്നത്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെഡ്ലൈറ്റ് ഓണാക്കും, എന്നിട്ട് 10 സെക്കൻഡ് ഫോട്ടോ എടുക്കും. ആ സമയം കൊണ്ട് ഞാനവിടെ പോയി നിൽക്കും. ബൈക്കിൻ്റെ കുറച്ച് ആ സൈഡിൽ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും എന്താ പറയുക, ഈ ക്യാമറ ഒന്ന് പിടിച്ചു തരാൻ എൻ്റെ കൂടെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ആ എടുക്കുന്ന ഫോട്ടോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. സെറ്റിങ്സ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫോട്ടോ എടുത്തു. വണ്ടി ആദ്യം ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല. ഓക്കെ, നമുക്കിനി ഫോട്ടോ നോക്കാം. ഫോട്ടോ എങ്ങനെയുണ്ട്? സത്യം പറയാമല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആ ഒരു കളറും എന്താ പറയുക, ഒരു ഗോൾഡ് യെല്ലോ കളറിലെ ഹെഡ്ലൈറ്റ് എന്ന് വരുന്നതും പിന്നെ ബൈക്കിൻ്റെ ആ ഡീറ്റെയിൽസും ബ്ലൂ കളറിലെ സ്കൈയും എല്ലാം കൂടി നല്ല രസമുണ്ട്. ഒരുപാട് നക്ഷത്രങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. പൊളി അല്ലേ? അപ്പോൾ ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. വലിയ പരിപാടിയൊന്നുമില്ല. ഒരു ട്രൈപോഡ് വേണമെന്നുള്ളൂ. ട്രൈപോഡ് ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും എന്താ പറയുക, ഫുൾ ഫ്രെയിം ക്യാമറ ഒന്നും ആവശ്യമൊന്നുമില്ല. ഏത് ബേസിക് ക്യാമറ കൊണ്ടും നിങ്ങൾക്ക് എടുക്കാം. കിറ്റ് ലെൻസ് ധാരാളം. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് ഫോട്ടോസ് ഞാൻ മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബൈക്കിൻ്റെ ഒരു സൈഡ് ഞാൻ ലൈറ്റ് വെച്ച് അടിച്ചിട്ട് ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. പിന്നെ ബൈക്ക് ഓൺ ചെയ്തിട്ടൊരു ഫോട്ടോ എടുത്തു, ആ കൂടെ നിൽക്കുന്നത്. അപ്പോൾ 2 ഫോട്ടോ ആയില്ലേ? ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഞാൻ മെർജ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി ഇങ്ങനത്തെ വീഡിയോസ് ചിലർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും, പക്ഷേ ഇങ്ങനത്തെ മെത്തേഡൊന്നും അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും, ആൾക്കാർക്ക് ബോറടിക്കും. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ഈ ഫോട്ടോഷോപ്പിൽ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിനെന്തൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാമല്ലോ. അപ്പോൾ അതിൽ ഞാൻ വേണമെങ്കിൽ ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോസ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ. അടുത്തു നിന്നൊക്കെ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് ഇരുട്ട് നിൽക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഞാൻ എടുത്തുള്ള ഈ ഫോട്ടോസും നിങ്ങളുമായിട്ട് ഈ വീഡിയോ പങ്കുവെക്കാൻ എടുത്തുള്ള ഈ എഫേർട്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തെങ്കിലേ മറ്റുള്ളവർക്ക് യൂട്യൂബ് എൻ്റെ വീഡിയോസ് സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ഇതിലും എഫേർട്ട് എടുത്തിട്ട് മിൽക്കി വേ ഫോട്ടോഗ്രാഫി വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രെക്കിംഗ് ഒക്കെ പോയിട്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കാണുക. പിന്നെ വേറെന്താ,
വേറൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ലൈറ്റ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഇനിയും ഒരുപാട് ട്യൂട്ടോറിയൽസ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പ്രാവശ്യം ഞാൻ ബൈക്കല്ലേ ലൈറ്റ് പെയിൻറ്റ് ചെയ്ത്, ഇനി എനിക്ക് കുറച്ച് നല്ല ബിൽഡിങ്ങുകൾ, ചെറിയ ചെറിയ വീടുകളൊക്കെ ഇതേപോലെ ചെയ്യണമെന്നുണ്ട്. നല്ല കുന്നിൻ്റെ മുകളിലുള്ള വീടുകൾ, മരങ്ങൾ, അങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായും ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.